എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ കയ്യിലാണെങ്കിലും ഒന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് സാധനമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു വ്യത്യസ്തമായ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. കാരണം ചോറ് നിന്ന് മടുത്തു, സാധാരണ ചോറ്. ഇപ്പം ചോറും കറിയും വെച്ച് മടുത്തു. അപ്പോൾ വിചാരിച്ച് അധികം പണിയില്ലാണ്ട് ഒരു തട്ടിക്കൂട്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു റൈസ് റെസിപ്പിയാണ്. ഇപ്പോൾ ഉള്ളത് അടുക്കളയിലാണ്. ഇന്ന് വെച്ചെങ്കിൽ മാളുവിന് എക്സാം കഴിയുന്ന ദിവസമാണ്. അപ്പോൾ മാസം അവസാനമായില്ലേ, അപ്പത്തേക്ക് സാധനങ്ങളെല്ലാം ഏകദേശം തീർന്നു. നോക്കുമ്പോഴത്തേക്ക് കയ്പൊക്കെ ഇല്ലേ, നമ്മളെ പാവക്ക മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല. അന്നേരം പിന്നെ എനിക്കിതാ ഇത്ര പോലെ സോയാബീൻ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ സോയ ഫ്രൈഡ് റൈസ് ആയിട്ട് ആക്കാം. പക്ഷെ പച്ചക്കറിയെല്ലാം കുറവാണ്, ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. ഞാൻ ചൂടുവെള്ളത്തിലിട്ട് ഒരു കാര്യമുണ്ട്, ഫ്രിഡ്ജിലാണെങ്കിൽ ഉണങ്ങിയ കുറച്ച് പയറും പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളി അങ്ങനെ കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. പച്ചമുളക്, മുട്ടയുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം അവസാനമായി എന്ന് പറഞ്ഞില്ലേ, അപ്പം എല്ലാം ഇതെന്താ പയറെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ്. ഇത് ഒരു തരം വാടിപ്പോയിട്ടാ. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് ഒരു ഫ്രൈഡ് റൈസ്. സോയാബീനാണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് നേരത്തെ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അങ്ങനെയാണ് പുതിർത്ത് എടുത്തത്. ഒരു 10-20 മിനിറ്റ് മാത്രം ഇട്ടിട്ടു. എന്നിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് സമയം ഉണ്ടല്ലോ, ചോറ് നേരം വെക്കാമെന്ന് വെച്ചിട്ടാണ്. പക്ഷെ ചോറെല്ലാം കഴുകി ചോറ് കുതിർക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവിടെ ആക്കി വെച്ചിട്ടാകുമ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഉള്ള കഷ്ണങ്ങൾ മുറിക്കാമെന്ന്. അപ്പോൾ ഇതാ ഒരു കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുഞ്ഞതായിട്ട് മുറിച്ചു. എല്ലാം ഒരു പാത്രത്തിൽ സൈഡിൽ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ നമ്മളെ പോലെ ഇല്ലേ വീട്ടമ്മമാരൊന്നും വേറെ പാത്രത്തിലൊന്നും ഇട്ടിട്ട് ആക്കൂലല്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ്. നമുക്കപ്പോൾ അത് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കണം, വീട്ടിൽ കുറേ പണികളുണ്ട്. അപ്പോൾ ഇതാ ബീൻസ് ഇല്ല, അപ്പോൾ ബീൻസിന് പകരം പയറെടുത്ത്. അപ്പോൾ പിന്നെ സാധാരണ ഇല്ല വീടുകളിലെല്ലാം ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അതൊന്നും ആക്കാൻ പറ്റൂല എന്ന്. പക്ഷേ ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങാണ് എടുത്തിന്, ക്യാരറ്റിന് വരെ ഉരുളക്കിഴങ്ങ് എടുത്ത്. അപ്പോൾ എല്ലാം അങ്ങനെയാണ്, പക്ഷെ നമുക്ക് വെറൈറ്റി ആയാൽ പോരെ. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ചോറ് വേവിക്കാൻ വെക്കാമെന്ന്. ഒരു 10-20 മിനിറ്റ് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച ബസ്മതി റൈസാണ് കേട്ടോ നീളമില്ലേ. അപ്പോൾ അതിലേക്ക് ഇരട്ടി വെള്ളമല്ല, ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള രീതിയിൽ വെള്ളം എടുത്തിട്ട്, കാരണം ഫ്രൈഡ് റൈസല്ല അധികം വേവൊന്നും വേണ്ടല്ലോ. പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഉപ്പും കൂടി ഇടുന്നുണ്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട്, അറിയാലോ ചോറ് വെക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ചോറ് ഒരു സൈഡിൽ വെക്കാൻ അടുപ്പ് കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ നേരത്തെ സോയാബീനില്ല, അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. കാരണം സമയമില്ല, എല്ലാം പെട്ടെന്ന് വിചാരിച്ചത്. അപ്പുറത്തെ അടുപ്പിൽ സോയാബീൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. കണ്ട ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ചോറ്, ഒരു സൈഡിൽ സോയാബീൻ, അങ്ങനെ രണ്ടും ചടപടേ എന്ന് പറഞ്ഞിട്ടായി. പിന്നെ അടുപ്പില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതേ സോയാബീൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം ഈ എണ്ണ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് എണ്ണ സാധാരണ എടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കി ഈ മസാലയുള്ള എണ്ണ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, പിന്നെ നാളത്തേക്കൊന്നും ഇത് ഉപയോഗിക്കൂല എന്തായിട്ടും. ചോറ് തുറന്നു നോക്കാം. അതാ ചോറ് റെഡിയായിട്ടുണ്ട്. ചോറായതുകൊണ്ട് അടുപ്പ് ഫ്രീ ആയി. ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ വെച്ച് കുഞ്ഞടുപ്പല്ലേ, അതിന് തീ കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ ചോറ് മാറ്റിയിട്ട് ആവാൻ വെയിറ്റ് ചെയ്താണ് നമ്മളെ മസാല ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പച്ചക്കറി പറയാനൊന്നുമില്ല, അതന്നെ പയറും ഉള്ളിയും ഉരുളക്കിഴങ്ങും പച്ചമുളകും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ അടുക്കി പിടിക്കും, അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് സമയം 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര മസാല ഇടുന്നില്ല കേട്ടോ. എന്നിട്ടാകുമ്പോൾ ഞാനുണ്ടല്ലോ മുട്ട പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുവിൽ 3 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഈ മുട്ടയ്ക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും പിന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം സോയ ഫ്രൈഡ് റൈസ് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി ചിക്കി എടുക്കുമ്പോഴേക്ക് നമ്മളെ മുട്ട ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീനും കൂടി ചേർത്തിട്ട് അതിലേക്ക് 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മസാല റെഡി ആയി കേട്ടോ. മല്ലിയില പോലും എൻ്റെ കയ്യിലില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറിലേക്ക് മിക്സ് ചെയ്യുവാണ്. നല്ല മണമുണ്ട് കേട്ടോ ഇപ്പം, കാരണം നമ്മളെ സോയാബീനും പിന്നെ സോസുകളും മുട്ടയും എല്ലാം കൂടി ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളി മണമൊക്കെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാകുമ്പം
അപ്പോഴത്തേക്ക് നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടൊന്നുമില്ല. 2 കുഞ്ഞു പണികളും കൂടി ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും, വേണമെന്നുണ്ടെങ്കിൽ സോസ് ഒഴിച്ച് കൊടുക്കുക. പക്ഷേ ഞാൻ സോസ് ഇപ്പോൾ ഒഴിച്ചിട്ടില്ല. ഇത് രണ്ടും മാത്രം ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തട്ടിക്കൂട്ട് സോയ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചില്ല് പാത്രമൊക്കെ എടുത്തതാണ്, വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഇതിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് കഴിക്കുകയുള്ളൂ. അപ്പോൾ കാണേണ്ട ഒരു ഭംഗിയൊക്കെ വേണ്ടേ, എന്നാലും നിങ്ങളെപ്പോലെ എല്ലാവരും കാണുമല്ലോ നമ്മളെ വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ, കുട്ടികളുടെ കണ്ണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ സാധാരണക്കാരായ നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനത്തെ റൈസെല്ലാം. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. ഞാനിതിൻ്റെ കൂടെ സാലഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സാലഡും കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് തട്ടിക്കൂട്ട് റെസിപ്പികളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ മറക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.